കോഴിക്കോട് ATM കൗണ്ടർ തകർക്കാനുള്ള കവർച്ചാശ്രമം പോലീസ് തടഞ്ഞിരിക്കുന്നു. സബാഷ് പോലീസ്. ശാത്തമംഗലം കള്ളൻതോടിൽ കവർച്ചാശ്രമം നടത്തിയ ആസാം സ്വദേശിയായ ബാബുലാണ് പിടിയിലായത്. രാത്രികാല പരിശോധനയ്ക്കിറങ്ങിയ പോലീസ് പെട്രോൾ ചെയ്യാനിറങ്ങിയ പോലീസ് ഷട്ടറുകളുടെ പൂട്ട് തുറന്നതായി കണ്ട് പരിശോധന നടത്തിയപ്പോഴാണ് കൗണ്ടറിനകത്ത് നിന്ന് പ്രതിയെ പിടികൂടിയത്. സുനോജ് തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും. സുനോജ്, അതൊന്ന് പ്രേക്ഷകർക്ക് കാണിക്കൂ. ഇയാൾ എങ്ങനെയാണത് ATM കൗണ്ടർ തകർക്കാൻ ശ്രമിച്ചത്? അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ ഈ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി നിൽക്കുമ്പോൾ അയാൾ കരുതിയത് പോലീസ് ഇത് കാണില്ലെന്നായിരുന്നു. പക്ഷേ പോലീസിന്റെ കണ്ണിൽപ്പെട്ടു. എങ്ങനെയാണ് പോലീസിന് ഒരു സംശയം തോന്നിയത്? സിനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുകുമാർ. അതായത് പോലീസിന്റെ ജാഗ്രതയാണ് വലിയൊരു കവർച്ച തകർത്തിരിക്കുന്നത്. അതായത് ഞാൻ നിൽക്കുന്നത് കുന്നമംഗലം മുക്കം റോഡിലാണ്. ഈ റോഡിലൂടെയാണ് കുന്നമംഗലം പോലീസ് രാത്രികാല പരിശോധനയ്ക്ക് ഈ വാഹനം, ഇത് കുന്നമംഗലം പോലീസിന്റെ വാഹനമാണ്. ഇന്ന് രാത്രി കഴിഞ്ഞ രാത്രി പരിശോധന നടത്തിയ SI പ്രദീപും സ്ഥലത്തുണ്ട്. അദ്ദേഹം അകത്താണുള്ളത്. അതായത് ഈ ATM കൗണ്ടറുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. റോഡിൽ നിന്ന് നോക്കിയാൽ അങ്ങനെ കാണില്ല. ഈ ബിൽഡിങ്ങിന്റെ അകത്തുള്ള ഒരു ATM കൗണ്ടറാണ്. അകത്തേക്ക് ഇവിടുന്ന് ഒരു 50 മീറ്റർ അകത്തുള്ള ATM കൗണ്ടറാണ്. ഷട്ടർ ഇട്ട് കിടക്കുന്ന പോലീസുകാരെ നിൽക്കുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടർ എന്ന് പറയുന്നത്. അത്രയും ദൂരമുണ്ട് റോഡിൽ നിന്ന്. അങ്ങനെ വാഹന പരിശോധനയ്ക്ക് പോലീസ് രാത്രികാല പരിശോധനയ്ക്ക് വന്ന പോലീസാണ് ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ ATM കൗണ്ടറിന്റെ ഷട്ടർ പൂർണ്ണമായി അടയ്ക്കാത്ത നിലയിൽ കണ്ടു. അങ്ങനെ സംശയം തോന്നിയിട്ടാണ് പോലീസ് അകത്തോട്ട് കയറി വന്ന് നോക്കുന്നത്. അതായത് ഒരു നിമിഷത്തെ ശ്രദ്ധയാണ് സാറേ, ഒരു നിമിഷത്തെ സാറിന്റെ ശ്രദ്ധയാണല്ലോ വലിയൊരു കവർച്ച നടന്നത്. ഇല്ല, ഏതായാലും ഇദ്ദേഹമാണ് SI, ഇദ്ദേഹമാണ് ഈ കവർച്ച തടഞ്ഞ ഉദ്യോഗസ്ഥൻ. പക്ഷേ സംസാരിക്കാൻ റെഡിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അന്വേഷണ ഘട്ടത്തിലാണ് ഈ കാര്യം. ഏതായാലും ഈ SI ഇതിലെ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഈ ഷട്ടർ പൂർണ്ണമായി അടയ്ക്കാത്ത രീതിയിൽ കണ്ടു. അങ്ങനെ അദ്ദേഹം അകത്ത് കയറി നോക്കുന്ന സമയത്ത് അകത്ത് ആളുള്ളതായി സംശയം തോന്നി. അങ്ങനെ ഷട്ടറിൽ മുട്ടിയ സമയത്താണ് പ്രതി ഈ ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നു. 25 വയസ്സുള്ള അസം സ്വദേശിയായ ബാബുലാണ് പിടിയിലായിരിക്കുന്നത്. അതായത് ഗ്യാസ് കട്ടറൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ATM കൗണ്ടർ തകർക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ ATM കൗണ്ടറിന്റെ അകത്ത് വെച്ച് പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 2 മാസം മുൻപ് അദ്ദേഹം ഈ മേഖലയിൽ താമസം തുടങ്ങിയിരുന്നു. പെയിന്റിംഗ് തൊഴിലൊക്കെ തന്നെ ചെയ്ത് താമസം തുടങ്ങുകയും ഇവിടെയുള്ള കള്ളന്തോടിലുള്ള സ്റ്റേറ്റ് ബാങ്കിന്റെ ATM കൗണ്ടർ നോട്ടമിട്ട് വെച്ചതാണ്. അങ്ങനെയാണ് ആ സമയമൊക്കെ തന്നെ നിശ്ചയിച്ച് ഇന്ന് പുലർച്ചെ വന്ന് ATM കൗണ്ടർ പൂട്ട് തകർത്ത് അകത്ത് കയറി ഈ പണം മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ ആ കവർച്ച തകർത്തിരിക്കുന്നു. അതായത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള എല്ലാ ATM കൗണ്ടറുകളെ കുറിച്ചുള്ള ലിസ്റ്റും വിവരങ്ങളും പോലീസിനുണ്ടാകും. രാത്രികാല പരിശോധന സമയത്ത് പോലീസ് എല്ലാ ATM കൗണ്ടറുകളും പരിശോധിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ അകത്തോട്ടൊരു ബിൽഡിങ്ങിന്റെ അകത്തുള്ളൊരു ATM കൗണ്ടറാണ്. എന്നിട്ട് പോലും റോഡിൽ നിന്ന് പോലീസ് അകത്തോട്ട് നോക്കിയ സമയത്ത് എന്തോ ഒരു അസ്വാഭാവികത തോന്നുകയും അതിനകത്ത് ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഈ കവർച്ച പോലീസ് ഏതായാലും തകർത്തിരിക്കുന്നത്. പ്രതിയെ പോലീസെ പിടികൂടിയിട്ടുണ്ട്. SI നമുക്കൊന്ന് കാണിച്ചു തരാം. അദ്ദേഹം സംസാരിക്കാൻ റെഡിയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സംയോജിതമായ ഇടപെടലാണ്, അദ്ദേഹത്തിന്റെ ഒരു നിമിഷത്തെ നോട്ടമാണ് വലിയൊരു കവർച്ച ഇവിടെ തടയപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. കൂടുതൽ പരിശോധന പോലീസ് നടത്തി വരികയാണ്. പോലീസിന്റെ കണ്ണിൽ പെട്ടില്ലായിരുന്നെങ്കിൽ അടിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ സിനോജ്? തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ നമ്മൾ വേറെ രീതിയിലൂടെ വന്ന് വാർത്ത നൽകേണ്ടി വന്നേനെ, വലിയൊരു കവർച്ച എന്ന് പറഞ്ഞ് വാർത്ത നൽകേണ്ടി വന്നേനെ. പക്ഷേ പോലീസിന്റെ ജാഗ്രത അത് എടുത്തു പറയേണ്ടതാണ്. രാത്രികാല പരിശോധനയിൽ പോലീസ് കൃത്യമായി ഇടപെടുന്നു. എല്ലാ ATM കൗണ്ടറുകളും പരിശോധിക്കുന്നു. ഷട്ടർ താഴ്ന്നാണ് കിടക്കുന്നതെങ്കിൽ അതിന് പൂട്ട് കൃത്യമായിട്ടുണ്ടോ, അതിന് പൂട്ട് തകർത്തിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഷട്ടർ ഉയർത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത് കൊണ്ടാണ് വലിയ കവർച്ച ഇവിടെ തടയപ്പെടാൻ സാധിച്ചത്. അരുകുമാർ, ഓക്കെ, താങ്ക് യു സിനോജ്. അപ്പോൾ പോലീസിന് അഭിനന്ദനങ്ങൾ. കൃത്യസമയത്ത് തന്നെ പോലീസ് ഇടപെട്ടു. പെട്രോൾ ചെയ്യുന്നതിനിടയിലാണ് ATMന്റെ ഷട്ടർ ഇങ്ങനെ തുറന്നിരിക്കുന്നത് കാണുന്നു. അങ്ങനെ ഷട്ടർ തുറന്നിരിക്കുന്നത് കാണുന്ന സമയത്ത് പൂട്ട് പൊട്ടിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ഉയർന്നിരിക്കുന്നത് കാണുന്നു. അകത്ത് കയറി നോക്കിയപ്പോൾ പക്ഷേ ഗ്യാസ് കട്ടറൊക്കെ വെച്ചിട്ട് വിശാലമായിട്ട് ATM അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. ആ ATM അടിച്ചുകൊണ്ടൊക്കെ പോയിരുന്നെങ്കിൽ നേരത്തെ പ്രേക്ഷകർക്കറിയാം ഒരു മാഫിയ സംഘങ്ങളൊക്കെ ഉണ്ട്. അവർ ഈ ATM ഇതിലൂടെ എടുത്ത് വലിയ ട്രക്കുകളിലും കണ്ടെയ്നറുകളിലും ആക്കി കൊണ്ടുപോയ കഥ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കേട്ടു. അപ്പോൾ ഇതാണ് എന്തായാലും കേരള പോലീസിന്റെ ജാഗ്രതയ്ക്ക് അഭിനന്ദനങ്ങൾ.